അനിയൻ്റെ മോളെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയ മഴയുണ്ട്, നല്ല മഴയൊന്നുമില്ല, എന്നാലും പോകെ നമുക്ക് നല്ല മഴ കിട്ടി. പോകുന്ന വഴി നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. അവിടെ ആപ്പിള്, നാരങ്ങ അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ പിന്നെയും വീണ്ടും കാറിൽ കയറി. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഒരു ബേക്കറിയിൽ കയറി. അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച്. ഇവൻ നാട്ടിൽ വന്നിട്ട്, അപ്പു നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അവളെ വീട്ടിൽ പോകുന്നതാണ്. അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ അവളെ കല്യാണത്തിനൊന്നും ഇവൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മാളു എന്നവർ മാളുവിൻ്റെ വീട്ടിൽ പോയി. നമ്മളവിടെ ചെല്ലുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കറണ്ടെല്ലാം വന്ന്. അപ്പം കല്യാണത്തിൻ്റെ ആൽബം ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, അവനും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് കല്യാണ ആൽബം എല്ലാം കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കുന്ന കണ്ടേരം തന്നെ അവർ പറഞ്ഞു നാളെ ഇത് യൂട്യൂബിൽ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കാണുമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മഴയത്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമുക്കിന്ന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളെ വ്യോമി മോൾ. അപ്പം രാത്രി ഉറങ്ങിയിട്ടാണ് വന്ന, പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഉറക്കമെല്ലാം തെളിഞ്ഞ്. അപ്പം പിന്നെ വ്യോമീൻ്റെ കൂടെയുള്ള കളിയായി. എൻ്റെ ഏട്ടൻ്റെ മോളെ കുട്ടിയാണ്, ഏട്ടൻ്റെ മോളും ഭാര്യയും കുട്ടിയും. അപ്പം അപ്പോൾ വന്നതിന് ശേഷം ഇവർ വീട്ടിൽ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ അവരെല്ലാം വന്ന് പിന്നെ മോളെ കൂടെ ഉള്ള കളിയായി. എല്ലാം കൂടി അങ്ങനെ രാത്രി ലേറ്റ് ആയതിന് ശേഷമാണ് ഇവർ പോയത്. അതുവരെ ഇവളെ കൂടെ ഇങ്ങനെ കളിച്ച്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു സീതപ്പഴം വാങ്ങിനേനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, പക്ഷെ അതത്ര നല്ലതല്ല. ചള്ള് പഴുത്തത് എങ്ങാനാന്ന് തോന്നുന്നു. ഒരു രസം ഉണ്ടായിട്ടില്ല അതൊന്ന്. അപ്പോൾ ബൈ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.